AI സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ വളരെ മനോഹരമായ പിക്ചർ സ്റ്റോറീസ് നിർമ്മിക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാം, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പിക്ചർ സ്റ്റോറികൾ. അത് മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും കുട്ടികളേറെ താല്പര്യത്തോടെ കാണുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് സ്വന്തമായി ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് നിർമ്മിക്കുകയും അത് പ്രൊജക്ടർ വഴി കുട്ടികൾക്ക് കാണിക്കുകയും ചെയ്താൽ അത് വളരെ മനോഹരമായിരിക്കും. കുട്ടികളുടെ ലെവലിനനുസരിച്ച് അക്ഷരങ്ങൾ പഠിക്കുന്നവർക്കും അത് പഠിച്ചു കഴിഞ്ഞവർക്കും അവർക്കെല്ലാം ഉതകുന്ന രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു മോഡൽ ഞാനിവിടെ നിന്ന് കാണിക്കാം. എല്ലാവരും ശ്രദ്ധിക്കുക. നിലയുടെ അക്ഷരയാത്ര എന്നൊരു പുസ്തകം ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. നമ്മളിതിങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുസ്തകത്തെ പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ലാപ്ടോപ്പിലാണെങ്കിൽ, ഫോണിലാണെങ്കിൽ നമ്മൾ PDF കാണുന്ന പോലെ ആയിരിക്കും. ഒരു ഭാഗത്ത് ചിത്രം കാണാം, മറ്റു ഭാഗത്ത് നില ഒരു ദിവസം പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്നു. ഈ രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിലേക്ക് പോകാം. ഇതൊരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന ഒരു സ്റ്റോറി ബുക്കാണ്. നെക്സ്റ്റ് പേജ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാം ഒരു കുഞ്ഞിക്കിളി അടുത്തേക്ക് വരുന്ന രീതിയിൽ കഥ തുടങ്ങുന്നു. കഥ തുടങ്ങിയതിന് ശേഷം നോക്കൂ, ഇത് A ആണ്. A ഫോർ ആപ്പിൾ. കിളി പറഞ്ഞു. നില ഒരു ചുവന്ന ആപ്പിൾ കണ്ടു. അടുത്ത പേജ് B എന്ന അക്ഷരം. ഇങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ അറേഞ്ച് ചെയ്തൊരു സ്റ്റോറി ബുക്ക് നമ്മൾ ക്ലാസ്സിൽ പ്രൊജക്ടറിൽ കാണിച്ചു കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് വളരെ മനോഹരമായിരിക്കും. മറ്റൊരു സ്റ്റോറി ബുക്ക് പരിചയപ്പെടുത്താം. ചിഞ്ചുവിൻ്റെ വർണ്ണലോകം. ചെറിയ രീതിയിൽ അക്ഷരങ്ങൾ പഠിച്ച കുട്ടികൾക്കുള്ള ഒരു പുസ്തകമാണിത്. നെക്സ്റ്റ് അടിക്കുമ്പോൾ നമുക്കൊരു കഥയായിട്ടാണ് അവിടെ കാണുക. ആ സൈഡിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിനനുസരിച്ച് നമുക്ക് ചിത്രങ്ങൾ മറു സൈഡിൽ കാണാം. അതുപോലെ തന്നെ ഇവിടെ ലിസൺ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലിസൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കഥ നമുക്ക് കേൾക്കാൻ പറ്റും. മുത്തശ്ശി ആമ ചിഞ്ചുവിനെ ശ്രദ്ധിച്ചു. ചിഞ്ചു, നിനക്ക് നല്ല കഴിവുണ്ട്. നിന്റെ ചിത്രങ്ങൾ വളരെ മനോഹരമാണ്. നീ എന്തുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല? മുത്തശ്ശി ആമ ചോദിച്ചു. ഓക്കെ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതുപോലെ വളരെ മനോഹരമായ രീതിയിൽ സ്റ്റോറി ബുക്കുകൾ എങ്ങനെ നമുക്കും നിർമ്മിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അതിനായി ആദ്യമായി നിങ്ങൾ ഗൂഗിൾ ജെമിനൈ എന്ന ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ എക്സ്പ്ലോർ ജംസ്, ഇവിടെ സ്റ്റോറി ബുക്ക് എന്ന് കാണുന്നുണ്ട്. അത് ഞാൻ നേരത്തെ എടുത്തുകൊണ്ടാണ്. നിങ്ങളിലാണെങ്കിൽ എക്സ്പ്ലോർ ജംസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റോറി ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണാം. ആദ്യം തന്നെ സ്റ്റോറി ബുക്ക്. ആ സ്റ്റോറി ബുക്ക് എന്നത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പ്രോംപ്റ്റ് കൊടുക്കാനുള്ള ഏരിയയിൽ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുക. ഞാനിവിടെ കൊടുക്കുന്നത് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മലയാളം അക്ഷരങ്ങൾ പഠിക്കുന്നതിനായി ഒരു സ്റ്റോറി ബുക്ക് തയ്യാറാക്കുക. ഇവിടെ നിങ്ങൾക്ക് മലയാളം മാത്രമായിട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രോംപ്റ്റ് കൊടുക്കാം. ഇനി മലയാള പുസ്തകങ്ങൾ ഉണ്ടാക്കാം, ഇംഗ്ലീഷ് പുസ്തകം ഉണ്ടാക്കാം. അതുപോലെ മലയാളവും ഇംഗ്ലീഷും വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രോംപ്റ്റ് കൊടുത്താൽ മതി. ജസ്റ്റ് സെൻഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. കാരണം ഈ ഒരു സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് സമയമെടുക്കും. അപ്പോൾ നമ്മൾ കൃത്യമായി നമുക്ക് എന്താണോ വേണ്ടത് ആ ഒരു പ്രോംപ്റ്റ് കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ലെവൽ ഏതാണോ ആ ലെവൽ അനുസരിച്ച് പ്രോംപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ ഏതെല്ലാം അക്ഷരങ്ങൾ ഉൾപ്പെടുത്തണം, ഏത് രീതിയിലുള്ള കഥകളായിരിക്കണം, ചിത്രങ്ങൾ ഏത് രീതിയിൽ വേണം, കാർട്ടൂണിക്ക് വേണോ അതല്ല ഒറിജിനാലിറ്റിയുള്ള റിയൽ ചിത്രങ്ങൾ വേണോ തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പ്രോംപ്റ്റ് വഴി കൊടുക്കാവുന്നതാണ്. ഇത് ക്രിയേറ്റ് ചെയ്യാൻ അല്പം 2-3 മിനിറ്റ് സമയമെടുക്കുന്നതാണ്. നമ്മുടെ നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ചും ഫോണിൻ്റെ പെർഫോമൻസിനനുസരിച്ചെല്ലാം ഈ സമയം ഏറിയും കുറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം. ഇവിടെ മിനുവിൻ്റെ മാന്ത്രിക പെൻസിൽ എന്നൊരു സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കാണാം. തുറക്കുക എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഫോണിലാകുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ലാപ്ടോപ്പിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് പേജുകൾ മറിക്കുന്നത് പോലെ ആ ഒരു ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരു PDF പോലെയാണ് നമുക്ക് ഫോണിലാണെങ്കിൽ ലഭ്യമാവുക. ഇവിടെ കഥ ലോഡായി വരുന്നുണ്ട്. അതിന് താഴെ അതിൻ്റെ ചിത്രവും കാണാം. അതുപോലെ ഇത് 10 പേജാണ് ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. നമുക്ക് എത്ര പേജ് വേണോ അതിനനുസരിച്ച് നമുക്ക് പ്രോംപ്റ്റുകൾ കൊടുക്കാവുന്നതാണ്.
ഇനി നമുക്കിത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും മുകളിൽ കാണാം ലിസൺ എന്നൊരു ഓപ്ഷനുണ്ട്. ഈ ലിസൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കേൾക്കാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് ഒഴിവ് ദിവസങ്ങളിൽ ഇത് അയക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വാട്സപ്പ് എടുത്ത് അതിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അതുവഴി കുട്ടികൾക്ക് കഥ കേൾക്കാനും അതുപോലെ കഥ ആസ്വദിക്കാനും എല്ലാം സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മളൊരു സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളിത് ലാപ്ടോപ്പിൽ എടുക്കുകയാണെങ്കിൽ നേരത്തെ കാണിച്ചതുപോലെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ പേജുകൾ മറിക്കുന്ന അനിമേഷനോടുകൂടി നമുക്കിത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതേ ഒരു കഥ നമ്മൾ ലാപ്ടോപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലാണ് വരിക. ലോഡാവാൻ സമയമെടുക്കുന്നുണ്ട്. ഇവിടെ പേജുകൾ മാറ്റുന്നതിനനുസരിച്ച് ആ പേജുകളോടെ കാണും. ജസ്റ്റ് നമ്മൾ മൗസ് കൊണ്ട് ഇവിടെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുപോയാൽ തന്നെ പേജ് മറിക്കുന്ന അനിമേഷൻ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജ് മറിക്കുന്നതാണ്. ഇതുപോലെ വളരെ മനോഹരമായ സ്റ്റോറി ബുക്കുകൾ എല്ലാവരും ക്രിയേറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തേണ്ടതാണ്.